നമുക്ക് ഏതൊക്കെ മരുന്നുകൾ രാജ്യാന്തരമായിട്ട് അയക്കാനായിട്ട് സാധിക്കാത്തതുണ്ട്? ചില മരുന്നുകൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ സൈക്കാട്രിക് മെഡിസിൻസ് നമുക്ക് അയക്കാൻ പറ്റത്തില്ല. പിന്നെ ഷെഡ്യൂൾഡ് കാറ്റഗറിയിലോട്ടുള്ള ഡ്രഗ്സ് ഒന്നും അയക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ചില കൺട്രീസിലോട്ട് ഇപ്പോൾ എക്സാമ്പിൾ GCC കൺട്രീസ് ഉണ്ടല്ലോ, ഖത്തർ, UAE, ഒമാൻ, പിന്നെ കുവൈറ്റ്, ഇങ്ങനത്തെ കൺട്രീസിലൊക്കെ ചില മെഡിസിൻസ്, ഇപ്പോൾ എക്സാമ്പിൾ സൈക്കാട്രിക് മെഡിസിൻ നമുക്ക് അവിടെ അയക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ MOH എന്ന് പറയും, മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കൺട്രീസിലോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ റെസ്ട്രിക്ഷൻ ഡ്രഗ്സ് ആണെങ്കിൽ നമുക്ക് അപ്രൂവൽ ഉണ്ടെങ്കിൽ ആ കൺട്രിയുടെ എന്തെങ്കിലും അത് ഹെൽത്ത് അതോറിറ്റിയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ അവർ പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അല്ലാത്ത മെഡിസിൻസ് ഒന്നും നമുക്ക് അയക്കാൻ പറ്റത്തില്ല. പിന്നെ അല്ലാതെ നമുക്ക് ന്യൂട്രോസ്യൂട്ടിക്കൽസ് പ്രൊഡക്ട്സ് ഒക്കെ അയക്കാൻ പറ്റും. പിന്നെ ആയുർവേദ മെഡിസിൻസ്, സിദ്ധ മെഡിസിൻസ്, യുനാനി, ഹോമിയോപ്പതി മെഡിസിൻസ് എല്ലാം നമുക്ക് അയക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഹോമിയോപ്പതി മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലേബൽ ഇല്ലാതൊക്കെ വരും. അപ്പോൾ നമുക്ക് ലേബിൾഡ് മെഡിസിൻസ് മാത്രമേ നമുക്കിങ്ങനെ അയക്കാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ എക്സാമ്പിൾ അതിൽ കുറേ ഡയലൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഡയലൂഷനായിട്ട് ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ ചില കുപ്പിയിൽ ഇങ്ങനെ ഗ്ലോബ്യൂൾസ് ആയിട്ട് വരത്തില്ല. അപ്പോൾ അതൊന്നും നമുക്ക് ലേബിൾഡ് ഉണ്ടാകത്തില്ല. അപ്പം എല്ലാം മാക്സിമം ലേബിൾഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും കുറച്ച് ഈസി ആയിട്ട് നമുക്ക് അയക്കാനോ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കസ്റ്റംസ് ക്ലിയറൻസ് ഇല്ലാതെ ചിലപ്പോൾ അവിടെ ആ കൺട്രിയിൽ ചിലപ്പോൾ സ്റ്റക്കാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് മെഡിസിൻസ് പ്രോപ്പറായിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും.